കാറ്റത്തെ ഈ പുല്ലിങ്ങനെ ചാഞ്ചാടുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ആരെങ്കിലും ഒന്ന് വ്ലോഗ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലേ? അപ്പോൾ നമുക്ക് ഇതെല്ലാവരെയും കാണിക്കാം. അടിപൊളിയായിട്ട്. ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് അരുണാണ്. ഹായ്. അരുണ് ഗൾഫിലായിരുന്നു, ഇപ്പോൾ ലീവിന് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പോകും. അപ്പോൾ അതിനു മുന്നേ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ SM പുരത്തെ ആയിരവല്ലിപ്പാറ പോവാം. അപ്പോൾ ഈ മലയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് മുതുവള ജംഗ്ഷൻ. മുതുവള ജംഗ്ഷൻ വഴിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ജംഗ്ഷനാണ് മുതുവള. ചന്തയൊക്കെ ഉണ്ട്, ചെറിയ ചന്തയാണ്. അപ്പോൾ നമ്മൾ മുതുവള ജംഗ്ഷൻ വഴിയാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നത്. വരുന്ന വഴിയിൽ 2 മയിൽ ഉണ്ട് ചേട്ടാ, അടിപൊളി. 2 പെൺമയിലുകളാണ്, അടിപൊളിയല്ലേ? സ്ഥലം ഏകദേശം എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ കടയിലെ മാമൻ്റെ അടുത്ത് ചോദിക്കാം. മാമ, ഇവിടെ ഒരു ആയിരവല്ലിപ്പാറ ഉണ്ടല്ലോ അടുത്ത്, അത് ഏത് വഴിയാണ് പോകുന്നത്? ചുള്ളാളം. ഇത് ചുള്ളാളം എന്നാണല്ലോ ഈ സ്ഥലത്തിൻ്റെ പേര്? ആലമുക്ക്. അവിടെ നിന്ന് ആ ചെറിയ റോഡേ കയറി പോകണമല്ലേ? ഇവിടെ ആൾക്കാരൊക്കെ വരുന്ന ഇതാണോ? ആരെങ്കിലും ഒന്ന് വ്ലോഗ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ ആയിട്ട്? ഇല്ലല്ലേ? അപ്പോൾ നമുക്ക് ഇതെല്ലാവരെയും കാണിക്കാം, അടിപൊളിയാക്കാം. മാമൻ്റെ പേരെന്തോ? ശശീരൻ നായർ. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ഇതാണ് നെടുമങ്ങാട് കല്ലറ റോഡ്. അവിടെ വന്നിട്ട് SM പുരത്ത് വന്നിട്ട് ഈ ചെറിയ റോഡേ കയറി പോകണം. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. ഇവിടെ ശരിക്കും വീടുകളൊക്കെ ഉണ്ടല്ലേ? അവിടെ ചോദിക്കണോ? ഈ ആയിരവല്ലിപ്പാറ പോണ ഇങ്ങോട്ട് ഇത് വഴിയല്ലേ? ചെറുതായിട്ടൊന്ന് നമുക്ക് വഴി തെറ്റിയ പോലെ തോന്നി, പക്ഷേ അല്ലല്ലേ, അതൊരു സംശയം വന്നോണ്ടാണ് ചോദിച്ചത്. ചെറിയ ഒരു കോൺക്രീറ്റ് റോഡാണ്. ഇവിടെ ശ്രദ്ധിച്ച് പോകണം. നല്ല പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ്, സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോകണം. അവിടെ ചെന്ന് വഴി തീർന്നു. ഇതിന് വഴി നമ്മൾ ഉണ്ടാക്കി നമ്മൾ പോകും. എൻ്റെ പൊന്ന്, ഇവിടെ വഴി തീർന്ന അതികഠിനമായ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പം ഇതൊരു ഓഫ് റോഡാണ് കേട്ടോ. റബ്ബറും കാടാണ് ഇവിടെ അത്രയും. നമ്മൾ കരുതിയത് അങ്ങേറ്റം വരെ അടിപൊളി റോഡായിരിക്കും എന്നാണ്. എന്നാലും കുഴപ്പമില്ല, ഓഫ് റോഡൊക്കെ വേണം, എന്നാലേ യാത്രയ്ക്ക് ഒരു സുഖമുള്ളൂ. ഇറങ്ങണമായിരുന്നേ? ഇറങ്ങാല്ലേ? വണ്ടി, നമ്മളെ വണ്ടി ചെറുതായിട്ടൊന്ന് വെള്ളയ്ക്ക്. ഞാൻ ഇറങ്ങിയേ, അല്ലാതെ നമ്മളെ വണ്ടി കയറി പോവില്ല. ഇവിടെയൊന്നും കൊണ്ടുവരാൻ പറ്റിയ വണ്ടിയല്ല സ്കൂട്ടിയൊന്നും. അത്യാവശ്യം കുഴപ്പമില്ല, ഇനി വരാമെന്നേ ഉള്ളൂ. പക്ഷെ ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട, എവിടെയും കയറി പോകും. അയ്യോ, ഇനി എത്ര ദൂരവും കൂടെ പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഇവിടെയൊക്കെ വീടുകളുണ്ട്, ആരെയും പുറത്തൊന്നും കാണുന്നില്ല. അല്ല, ഈ ചെറിയ വഴിയായിരിക്കും നടന്നു പോകും. ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു. അതിനെ ഊഞ്ഞാലാടണം, ഊഞ്ഞാലാടുന്ന ഊഞ്ഞാൽ. ആയിരവല്ലിപ്പാറ പോണ ഇത് വഴിയല്ലേ അമ്മ? ഓക്കെ.
ഒരമ്മ ഇവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് വഴി ചോദിക്കാൻ പറ്റി. ഇത് ഇവിടുത്തെ അവസാനത്തെ വീടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് വീടുകളില്ല. ഇവിടെ കണ്ട ഒരുപാട് ഐറ്റം 10 മണി ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൊള്ളാം. മൊത്തം റബ്ബറും കാടാണ്. ഇതുവഴി പോകുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടും. അപ്പം എന്തായാലും നമ്മൾ കയറ്റം കയറുകയാണ്. അരുണേ, അടിപൊളി സ്ഥലമല്ലേ? പിന്നെ ശരിക്കും അതുവരെ വണ്ടി വരാവൂ, ബാക്കി നടന്ന് കയറണം, എന്നാലേ സുഖമുള്ളൂ. കുരങ്ങന്മാർ കാണും. കുരങ്ങന്മാർ കാണും. ഇപ്പൊ 2 കുരങ്ങന്മാരും കൂടെ ഇവിടെ വന്ന്. പിന്നെ ഉത്സവം കാണും. ഉത്സവം കാണും. വണ്ടി വരൂടാ. അത് ശരിയാണ്. അല്ല, ഇതിന്റെ പ്രോഗ്രാം ചിലപ്പം ആ റോഡിലാണ് വയ്ക്കും. അയ്യോ, അടിപൊളി സ്ഥലം. ഓ സൂപ്പർ. നമ്മൾ കയറി വന്ന വഴി അതാണേ. അയ്യോ, ഓഫ് പൊളി. എൻ്റെ പൊന്നു കിടക്കുന്നുണ്ട്. ഇതിന് കയറി പോണം. പറങ്കാവുകൊണ്ട് ഇവിടെ പാറകളോട്ട് ചാഞ്ഞ് കിടപ്പുണ്ട്. അടിപൊളി. ഓ എൻ്റെ പൊന്നു, ഇവിടെ ഏതെല്ലാം ലോങ്ങാണ് ഇവിടെ വന്ന്. പക്ഷെ നമ്മൾ കാല് തെറ്റി നമ്മളങ്ങ് കറക്റ്റ് അങ്ങ് പോകും. അയ്യോ, കാല് തെറ്റിപ്പോയാൽ അങ്ങ് പോവും. പിന്നെ നോക്കണ്ട, അങ്ങ് താഴെ കുഴിയിൽ പോവും. അയ്യോ, ഓ ഒരുപാട് നാളായി ഇത് കണക്ക് കയറ്റമൊക്കെ കയറിയിട്ട്. ഇനി അങ്ങോട്ടൊക്കെ പോയി കാണാനുണ്ട്. അവിടെ എങ്ങനെയുണ്ട്? സൂപ്പർ. ഹെൽമെറ്റ് തലേന്ന് വരുന്നുണ്ട് കേട്ടാ. തലേന്ന് സേഫ്റ്റിക്ക് വെച്ചേക്കുന്നു. അടിപൊളി. ഇവിടെ പാറകൾക്കൊക്കെ ഒരു പ്രത്യേകത കേട്ടോ, അല്ലേ? നമ്മൾ മറ്റു പാറകൾ കാണുന്ന പോലെയല്ല. എൻ്റെ പുറത്തൊക്കെ എന്തോ ചിത്രം വരച്ച് വെച്ചാണൊക്കെ ഇരിക്കുന്നത്. കൊത്തുപണികൾ നടത്തിയണക്കല്ലേ? കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വെള്ളം വീഴുന്ന സ്ഥലങ്ങളുണ്ടല്ലേ, അവിടെ ചെറിയ ചെറിയ കുഴിയും ഇതൊക്കെ വരില്ലേ, അതേപോലെയുള്ള സ്ഥലം അല്ലേ പാറ. സൂപ്പർ. ഒരു വല്ലാതൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാറ്റത്തെ ഈ പുല്ലിങ്ങനെ ചാഞ്ചാടുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. മന്ദമാര് തന്നെ. കലം കമഴ്ത്തി. അത് കലം കമഴ്ത്തിയല്ല, കലം വെട്ടി. അതിൻ്റെ ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആവേണ്ട സ്ഥലമാണല്ലേ? അടിപൊളി, നല്ല വിഷ്വല്. അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് ഇഷ്ടംപോലെ. നമ്മൾ വന്ന വഴി പോലത്തെ വഴികളാണ്, അതുകൊണ്ട് വീടുകൾ കാണും അവിടെ. അടിപൊളി സ്ഥലം. ഇത് എസ്.എം. പുരം, മറ്റേ ആ കാണുന്ന സ്നേഹപുരം ആയിരിക്കും അപ്പുറത്തായിരിക്കും. നമ്മൾ ആ മെയിൻ റോഡ് കൊണ്ട് ഇവിടെ നോക്കിയാൽ കാണാം. ഇപ്പോൾ പോകുന്നുണ്ടോ? ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ, ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ. കണ്ടോ? ഈ സ്ക്രീനിൻ്റെ നടുക്കായിട്ട് കണ്ടോ? അത് മെയിൻ റോഡാണ്, കല്ലറ നെടുമങ്ങാട് റോഡ്. നമ്മുടെ ഈ മലനാടിൻ്റെ ഇടയിലുള്ള മലനാടുകളുണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. ഏറ്റവും അങ്ങ് എൻഡിലായിട്ട് കാണുന്നത് നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. ഏതെല്ലാം ഏരിയ കാണാം. സൂപ്പർ.
ഈ മലയിൽ നിന്ന് ആ മലയിലോട്ടൊരു റോപ്പ് വേ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ? അതൊരു നമുക്കൊന്ന് ആലോചിക്കാം. നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നോക്കിയാണ് ചെറിയ ഒരു ഊറ്റ്. ഇപ്പം മഴ പെയ്തുകൊണ്ടായിരിക്കും. നമ്മൾ അവിടെ നോക്കുമ്പോഴത്തേക്ക് കണ്ട ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് കേട്ടോ അത്. ഇനി ഈ സൈഡ് കാണാം. എൻ്റെ പൊന്നു, ആ സ്ഥലത്താണ് നമ്മൾ നിന്നല്ലേ? അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്. ആ വീട്ടിൻ്റെ ഫ്രണ്ടിലല്ലേ? ആ കാണുന്ന വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിന്ന്. കാണുന്നുണ്ടോ ഇതിൽ? സൂം ചെയ്തെടുത്തതാണേ. നമ്മൾ വന്ന വഴിയില്ലേ, അതിനപ്പുറത്തോട്ട് കണ്ടോ മലകൾ കണ്ടോ? കണ്ടോ? സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ സൂമിങ് ഇട്ടു. നല്ല സൂമിങ്ങിലാണ്. ഒരുപാട് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ പോവും. ഇനി നമുക്ക് നടന്ന് നമ്മൾ അവിടെ നിന്ന് കണ്ട ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോവാം. അതിനെ സൂക്ഷിച്ചൊക്കെ പോകണം കേട്ടാ. ഇതാണ് അവിടെ നിന്ന് കണ്ടത്. ഇതാണ് ആയിരവല്ലിപ്പാറ, എസ്.എൻ. പുരം. നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും നമ്മൾ ആ സമയത്ത് മാത്രമേ അവിടെ എത്തിച്ചേരൂ. ഇതുപോലെയായിരുന്നു നമ്മളെ മറ്റൊരു വീഡിയോയിൽ തമ്പുരാട്ടിപ്പാറ. നമ്മൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരിക്കൽ ഞാനും അനുവും കൂടെ പോയി. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഇത് എസ്.എൻ. പുരം ആയിരവല്ലിപ്പാറ. ഇവിടെയും വരണമെന്ന് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോഴാണ് അതിന് സാധിച്ചത്. നല്ല അടിപൊളി കാറ്റ് കേട്ടോ ഇവിടെ. ഈ സൈഡിലോട്ടൊക്കെ കുന്ന് തന്നെ, പക്ഷെ കാട്. ഇവിടെയൊക്കെ ധാരാളം ഈ മരപ്പട്ടിയും മല അണ്ണാനും കുരങ്ങന്മാരും, ചിലപ്പം പന്നിക്കൊക്കെ ഇങ്ങോട്ട് കയറി വരാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതും കാണും ഇതിനകത്ത്. മാഞ്ചിയം, അൽക്കേഷ്യ, മരുത്, പൂമരുത്, പറങ്കാവ്, കലംവെട്ടിയുണ്ട് കേട്ടോ. ഇതാണ് നാടൻ കലംവെട്ടി. ഇപ്പം എല്ലാവരും വീടുകളിൽ മേടിച്ച് നടുമല്ലോ. അപ്പോൾ മേളയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ അവിടെ ചെടി വിൽപ്പനക്കാരെ ഒന്ന് മേടിച്ചുകൊണ്ട് നടുമല്ലോ. ഇത് നാടൻ കലംവെട്ടിയാണ്. അതിവിടെ തോനെയുണ്ട്. അരുണാകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഈ സ്ഥലം കണ്ട്. നീ ഗൾഫിൽ പോയി ഇരിക്കുമ്പോഴത്തേക്കാ മറ്റന്നാ പോവല്ലേ? അപ്പോൾ അവിടെ ചെന്നിരുന്ന് കാണാൻ കേട്ടാ. അവിടെയുള്ള കൂട്ടുകാരൊക്കെ അറബിക്കൊക്കെ അയച്ചു കൊടുക്കണേ. അതെന്ത് ആ ഒരു മല അങ്ങനെ ഇരിക്കുന്നത്? ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്നുണ്ട ഒരു മുഴപ്പ് കണക്ക്, ഒരു വേറൊരു ഷേപ്പിലിരിക്കുന്നു. ആരോ വെട്ടിക്കൂട്ടി വെച്ച കണക്കൊരു മല. അത് കൊള്ളാമല്ലേ? നല്ല അടിപൊളി സ്ഥലമാണ്. വൈകുന്നേരം വരണം കേട്ടോ. നമ്മളിപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു 11:30 മണിയൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് വൈകുന്നേരം വരണം. വൈകുന്നേരം വന്നിട്ട് ഒരുപാട് ഇരുട്ടാവുന്നതിന് മുന്നേ ഇറങ്ങാനുള്ള സമയം നോക്കി വരണം. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർ വളരെ ശ്രദ്ധിച്ച് വരണം. ഇവിടെ വന്നിട്ട് വലിയ ബഹളമോ അഭ്യാസങ്ങളോ ഒന്നും കാണിക്കാൻ പാടില്ല. ഇവിടെ വന്നിട്ട് ഈ ക്ഷേത്രത്തിൽ വരികയാണെങ്കിൽ അവിടെ വന്നിട്ട് വിശ്വാസികൾക്ക് പ്രാർത്ഥിച്ചിട്ട് പോവാം. അല്ലാത്തൊരു സ്ഥലം കണ്ടിട്ട് പോവാം. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് നിന്നിട്ട് മദ്യപിക്കാനോ അങ്ങനെ മറ്റെന്തെങ്കിലും അനാശാസ്യ പ്രവർത്തനത്തിനൊന്നും ഇങ്ങോട്ട് വരരുത്. സ്ഥലം കാണുക, ആസ്വദിക്കുക, നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസികൾക്ക് പ്രാർത്ഥിച്ചിട്ട് പോവാം. ഒരുപാട് വിശ്വാസമുള്ള ഒരു ആയിരവല്ലിപ്പാറയാണ്.
എസ്.എൻ. പുരമായൊരു വല്ലിപ്പാറ. ഓക്കെ, അടിപൊളി സ്ഥലമല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇനിയുണ്ട് അങ്ങോട്ട് കാഴ്ചകൾ, അതൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഒരു കൊടിമരമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ മണ്ടയിൽ കൊടിയൊന്നും ഇല്ലെന്നുള്ളതാണ് വേറൊരു സത്യം. ഉത്സവമൊക്കെ ആകുമ്പോഴത്തേക്ക് കൊടി നാട്ടുമായിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ടിറങ്ങി നോക്കിയാണ്, കിഴക്കാൻ തക്കായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ സ്ലിപ്പാവുന്ന ചെരിപ്പോ അങ്ങനെയൊന്നും ഇട്ടുകൊണ്ട് ഇറങ്ങരുത്. പിന്നെ അതേപോലെ മഴ സമയത്ത് ഇവിടെ വന്നിട്ട് ഇറങ്ങാൻ നോക്കരുത്, തെന്നി കഴിഞ്ഞാൽ നേരെ അങ്ങ് പോവും. ഒരു സൈഡ് താഴെ ചെന്നിട്ട് നോക്കുമ്പോൾ കാണൂല, ഇവിടെ പാറയിൽ പറ്റിയിരിക്കും. അപ്പം അതുകൊണ്ട് ഇറങ്ങുന്നവർ വളരെ ശ്രദ്ധിച്ച് നോക്കി ഇറങ്ങണം. ഇവിടെ കലം വെട്ടി തന്നെ, എല്ലായിടത്തും കലം വെട്ടി തന്നെ. ഇതൊരു പ്രത്യേക ടൈപ്പ് കാണാൻ രസമുള്ളൊരു വണ്ട്, അത് പറന്നുപോയി. ശ്യാമണ്ണ കണ്ടപ്പോഴത്തേക്ക് അതിന് മനസ്സിലായി വ്ളോഗറാണ്, ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ ഫേമസ് ആയി കളയൊന്നും പറഞ്ഞുകൊണ്ട് വണ്ട് പറന്നുപോയി. അടിപൊളി. ഇവിടെ നിന്ന് വീണ മിക്കവാറും വണ്ട് പറക്കും. സത്യം, ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ വണ്ട് പറക്കും. നല്ല ശ്രദ്ധിച്ചിറങ്ങണം. മഴയത്തൊന്നും ഇവിടെ വന്ന് ഇറങ്ങിക്കളയില്ലേ ആരും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പാറയിലിരിക്കും ഒരു സൈഡ്. നമ്മൾ എന്തിന് മൂന്നാർ ഊട്ടിയിലൊക്കെ പോകണം? ഇവിടെ ഇത്തിരി തണുപ്പ് അധികം കിട്ടും. സ്ഥലമൊക്കെ ഇവിടെയും ഉണ്ട്, അടിപൊളി സ്ഥലങ്ങൾ. നമ്മളെ തിരുവനന്തപുരം ജില്ലയിലും. ഇതെന്തരുണേ ഇങ്ങനെ കിടക്കുന്ന ഈ പാറയത്തറി? ഇത് ആരെങ്കിലും മുമ്പ് ഉടച്ചതാണോ? ആ, എനിക്ക് തോന്നുന്നു കേട്ടാ, പണ്ട് കോറിയായിരുന്നു എന്ന് തോന്നുന്നു. ആ ശരി തന്നെ, കണ്ട അവിടെ ഒരു പാറക്കോറി പ്രവർത്തിച്ചിരുന്ന കണ്ടോ? ആ, അതിൻ്റെ ചില എക്യുപ്മെൻറ്റ്സ് ഒക്കെ താഴെ കിടക്കുന്നു. നോക്കിയാണ് പാറക്കോറി, നിറയെ വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൽ കാണുന്നുണ്ട്, നീ അങ്ങോട്ട് എത്തി കാണിക്കാൻ വയ്യ, അങ്ങ് താഴെ പോകും. അപ്പോൾ ആ പാറ പൊട്ടിക്കൽ ദൈവീക സങ്കല്പം ഉള്ളതുകൊണ്ട് അതൊക്കെ നിന്ന്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് വീഡിയോ എടുക്കാനും ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇതേപോലെ ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ പൊട്ടിക്കൽ കുറേ നാളത്തേക്ക് ഒന്ന് നിർത്തണം കേട്ടോ. നിർത്തിയിട്ട് മണലൂറ്റാനുള്ള പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ആശയമാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഇപ്പോൾ മണൽ ഒരുപാട് ഈ നദികളിലൊക്കെ നിറഞ്ഞു കിടക്കുകയല്ലേ. നമുക്കിപ്പോൾ ഈ ഫ്ലഡ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ അതിന് നല്ല രീതിയിൽ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വെള്ളം ഒഴുകി പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ കരയിലോട്ട് അത്ര പെട്ടെന്നൊന്നും ഇടിച്ച് കയറൂല, അല്ലേ? നല്ല രീതിയിൽ ഒഴുകി കടലിലോട്ട് പോകും, കടലില്ല കായലിലൊക്കെ പോകും. അയ്യോ അയ്യോ, ഇങ്ങോട്ട് ഇറങ്ങി, ഇനിയിപ്പം തിരിച്ചു കയറുന്ന കാര്യമാണ് പാട്. പോകുന്നില്ല, അങ്ങോട്ട് തിരിച്ചു വരാനുള്ള വഴി നോക്കിയാണ്. ഇവിടെയൊക്കെ എത്ര ഈ വൃക്ഷങ്ങളൊക്കെ ഇവിടെ ഇനി എത്ര തന്നാലും ഇതൊന്നും അധികം കനക്കത്തില്ല, കാരണം അതിനുള്ള മണ്ണൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഈ കുറച്ച് ഭാഗത്ത് എങ്ങനെയോ കുറച്ച് മണ്ണ് വന്നു, അപ്പോൾ ആ സ്ഥലത്ത് അതിനെ കൊണ്ട് ഒക്കണ രീതിയിൽ അത് വളർന്ന് തടിച്ച് നിൽക്കുകയാണ്. കുറേ കാലം ഇവിടെ ഉണങ്ങി കിടക്കുന്നു. അയ്യോ അയ്യോ, ഇനി തിരിച്ച് കയറണ കാര്യമാണല്ലോ ദൈവമേ പാട്. ഒരാവേശത്തിൽ ചാടി ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തു. അമ്മോ, ഈ പറഞ്ഞ കണക്ക് എൻ്റെ തൊലി എന്നെ പാറപ്പുറത്തിരിക്കുമെന്നാണ് തോന്നുന്നത്. ഒരു പരുവത്തിന്. അയ്യോ, അരുണ് കയറി അങ്ങ് പോയി. ഈ വെള്ളം ചെറുതായിട്ട് ഒഴുകി വരുന്ന സ്ഥലത്താണ് ഈ ചെടി കൂടുതൽ ഈ പുല്ലൊക്കെ പൊടിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് ഈ പുല്ല്, ഭംഗിയുള്ള പുല്ല് കേട്ടോ. അതെന്തോന്നു? ഒരു പ്രത്യേകതരം കല്ല്, വൈഡൂരിയൊക്കെ ഉണ്ടാവുന്ന കല്ലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അരുണ് എനിക്ക് എടുത്തിട്ട് തന്നത്. അരുണ, ഇതുള്ള സ്ഥലത്താണ് വൈഡൂര്യം കാണുന്നത്. അപ്പോൾ ഇവിടെ കാണുമോ? വൈഡൂര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രി ഇവിടെ ആരും വന്നാലും തുരക്കല്ലേ, ഒന്നും കിട്ടില്ല. ഇവിടാണ്ട് മറ്റേ ഇതിൻ്റെ പേരെന്താണ് പറയുന്നത്,
ആറ്റപ്പൂച്ചെടി എന്ന് നമ്മളിവിടെ പറയും കേട്ടോ. അതിൽ 2 ടൈപ്പ് ഉണ്ട്. മണോ അത്? അത് നല്ല മണമുണ്ട്. ഇതെടുത്ത് മണപ്പിച്ച് നോക്കണം. ഇത് എവിടെയൊക്കെ ഉണ്ട്, ഏതൊക്കെ നാട്ടിലുണ്ട്, എല്ലായിടത്തും ഉള്ളതാണ്. ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും സിറ്റിക്കകത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നും ഇത് കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും മുറിവോ ചതവോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പോഴേ ഇത് പിഴിഞ്ഞങ്ങ് വെക്കുകയാണ്. പിഴിഞ്ഞ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിറ്റന്നാകുമ്പോഴത്തേക്ക് ഇത് ഓക്കെയാണ്. അത് പുറത്തിരിക്കും അല്ലേ? അതെ. ചെമ്പ്ര പീക്കിൽ പോയിട്ട് വരും പോലെ ഇല്ലേ? ചെമ്പ്ര പീക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ SM പുരം ആയിരവല്ലി പാറ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? അടിപൊളി സ്ഥലമാണ് കേട്ടോ. പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മയിലിന്റെ ശരിക്ക് വിളി കേൾക്കുന്നുണ്ട്. കാരണം ഈ മയില് ഈ പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ കൂട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഇവിടെ നിന്നാണ് എല്ലായിടത്തും വരുന്നത്. ഞാൻ കഴിഞ്ഞൊരു മയിലിന്റെ വീഡിയോ കാണിച്ചായിരുന്നു. നമ്മളൊരു കടക്കാരൻ ചേട്ടനുമായിട്ട് കമ്പനി ആയത്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് വരുന്ന മയിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ.